ജനങ്ങളുടെ വിധിയെഴുത്താണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം കൊച്ചി നഗരസഭയിൽ മേയർ നടത്തിയിട്ടുള്ള വെറും വാചകോടിയല്ലാതെ ജനങ്ങൾക്ക് ഗുണകരമായ ഒരു വർക്കും നടന്നിട്ടില്ല. അത് കൊച്ചി കോർപ്പറേഷൻ തിരിച്ചുപിടിച്ചതിൽ മാത്രമല്ല, ഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളും ഐക്യജനാധിപത്യ മുന്നണി തിരിച്ചുപിടിച്ചത് പിണറായി സർക്കാരിനെതിരെയുള്ള ശക്തമായ ഒരു വികാര പ്രകടനമായി ഞങ്ങൾ കാണുകയാണ്. കേരളത്തിലെ അമ്മമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ താഴെ ഇറക്കാൻ പോകുന്നത് കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും സ്ത്രീകളും ആയിരിക്കും എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തെ LDFന്റെ ഭരണം, അതിന്റെ റിസൾട്ടാണ് ജനങ്ങൾ UDFന് തന്നത്. UDF തിരിച്ചു വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ വിജയമാണ്. എങ്ങനെ ഈ ഒരു വിജയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഇത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം കൊച്ചി നഗരസഭയിൽ മേയർ നടത്തിയിട്ടുള്ള വെറും വാചകോടിയല്ലാതെ ജനങ്ങൾക്ക് ഗുണകരമായ ഒരു വർക്കും നടന്നിട്ടില്ല. അതിന്റെ ശക്തമായ പ്രതിഷേധമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. വിജയത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഇവിടെ UDF ഒറ്റക്കെട്ടായി വളരെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ വളരെ കാലേകൂട്ടി തന്നെ മുന്നൊരുക്ക പ്രവർത്തനം നടത്തി എല്ലാ വാർഡുകളിലും വാർഡ് കമ്മിറ്റിയുടെ സജഷൻസ് അപ്രൂവ് ചെയ്ത് അങ്ങനെ ഒരു വലിയ ഒരു പ്രോസസ്സിംഗ് നടത്തിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചത്. എങ്ങനെയാണ് ഈ ഒരു വിജയത്തെ നോക്കിക്കാണുന്നത്? അല്ല, ഇത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു ശക്തമായ പൊതുജന വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രകടമായിട്ടുള്ളത്. അത് കൊച്ചി കോർപ്പറേഷൻ തിരിച്ചുപിടിച്ചതിൽ മാത്രമല്ല, ഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളും ഐക്യജനാധിപത്യ മുന്നണി തിരിച്ചുപിടിച്ചത് പിണറായി സർക്കാരിനെതിരെയുള്ള ശക്തമായ ഒരു വികാര പ്രകടനമായി ഞങ്ങൾ കാണുകയാണ്. ഈ സർക്കാരിനെ പുറത്തു കടത്തുക എന്നുള്ളതാണ് ഇതിലൂടെ ജനങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, ആ ഒരു രാഷ്ട്രീയ മോഡൽ കേരളത്തിൽ വിജയിക്കില്ല എന്നുള്ളതിന് ഉദാഹരണമാണ് കഴിഞ്ഞ തവണ അവർ മഴുവന്നൂരും തൊട്ടടുത്ത പഞ്ചായത്തുകൾ തുടങ്ങിയിട്ട് അവർ പറഞ്ഞ ഒരു വാഗ്ദാനങ്ങളും അവർക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല. അവരുടെ വികസന നയം എന്ന് പറയുന്നത് പൊള്ളയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞത്. കാരണം ഭക്ഷ്യ മാർക്കറ്റുകളെല്ലാം പിന്നീട് തകർന്നടിയുന്ന കാഴ്ച ഞങ്ങൾ കണ്ടു. ആ ഒരിടത്തും പ്രതീക്ഷ പോലെ അവർക്ക് മുന്നേറാൻ സാധിച്ചില്ല. അത് ഞങ്ങളുടെ ഒരു വലിയ വിജയമാണ്, ജനാധിപത്യത്തിന്റെ വലിയ വിജയമാണ്, പണാധിപത്യത്തിന്റെ പരാജയമാണ്. കൺഗ്രാറ്റുലേഷൻ. വളരെ സന്തോഷം. ഇത് UDFന്റെ കൂട്ടായ്മയുടെ വിജയമാണ്. UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ വിജയം അത് മാത്രമാണ് ലക്ഷ്യമെന്ന രീതിയിൽ പെരുമാറിയതിന്റെ ഒരു കൂട്ടായ്മയുടെ വിജയം. വളരെ സന്തോഷം, വളരെ സന്തോഷം. കേരളത്തിലെ അമ്മമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ താഴെ ഇറക്കാൻ പോകുന്നത് കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും സ്ത്രീകളും ആയിരിക്കും എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. സെമി ഫൈനലിൽ കേരളത്തിലെ അമ്മമാർ വലിയൊരു മറുപടിയാണ് പിണറായി വിജയന് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഇരട്ടിയായിരിക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ UDF നല്ല വിക്ടറി ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. ആ ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്ത്, കോർപ്പറേഷൻ. കോർപ്പറേഷനിലെ തിളക്കമാർന്ന വിജയമാണ്. അത് ഒത്തിരിയേറെ വികസനം അവർ ചെയ്തെന്ന് പറഞ്ഞതാണ്. പക്ഷെ അത് പൊള്ളയായിരുന്നു. അതിന്റെ മറുപടിയാണ്. മാത്രമല്ല, സംസ്ഥാന ഗവൺമെന്റ് ഇത്ര അൺപോപ്പുലറായ ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഏതായാലും ഇത് ഒരു സെമി ഫൈനലല്ല, തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഒരു ഭരണമാറ്റം കേരളത്തിൽ വന്നു കഴിഞ്ഞതിന്റെ സൂചനയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. UDFന്റെ കൂട്ടായ പ്രവർത്തനം കൊണ്ടുണ്ടായ വിജയമാണ്. അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എടുത്ത തീരുമാനങ്ങൾ, അതാത് പ്രാദേശിക ഡിവിഷൻ കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി പ്രഖ്യാപിച്ച ഒരു തീരുമാനമാണ്. കവിത അരികുമാർ 3 സ്ഥാനാർത്ഥികൾക്കെതിരെ നിന്ന് മത്സരിച്ചിട്ട് ജയിച്ചതാ. ജമാഅത്ത് ഇസ്ലാമി, കോൺഗ്രസിന്റെ റിബല്, അതേപോലെ തന്നെ LDF 8ാം ഡിവിഷനിൽ. അതാണ് കോൺഗ്രസിന്റെ UDFന്റെ ഒരു കൂട്ടായ്മ തന്നെയാണ്. അത് ശക്തമായ ഒരു കെട്ടുറപ്പാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൊച്ചി കോർപ്പറേഷനിലെ സ്റ്റേഡിയം ഡിവിഷനിൽ മത്സരിച്ച അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് വിജയിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ചേരുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു പോരാട്ടം?
തീർച്ചയായിട്ടും ഇത് വലിയ വിജയമാണ്. UDF-നെ സംബന്ധിച്ച് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തെ LDF-ന്റെ ഭരണം, അതിന്റെ റിസൾട്ടാണ് ജനങ്ങൾ UDF-ന് തന്നത്. UDF തിരിച്ചു വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ വിജയമാണ്. സ്റ്റേഡിയം ഡിവിഷനിലാണ് ഞാൻ മത്സരിച്ചത്. അവിടെ 1086 വോട്ടിന്റെ ഭൂരിപക്ഷം ജനങ്ങൾ എനിക്ക് തന്നു. തീർച്ചയായിട്ടും ഞാൻ 100% എല്ലാ ഹൃദയത്തിന്റെ ഭാഷയിൽ എന്റെ ആളുകൾക്ക് ഞാൻ നന്ദി പറയുകയാണ്. ഭരണവിരുദ്ധ വികാരം ഈ മൊത്തത്തിൽ അലയടിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് കോർപ്പറേഷന്റെ തലത്തിലുള്ള ഭരണവിരുദ്ധ വികാരവുമുണ്ട്. സംസ്ഥാന ഗവൺമെന്റിനെതിരെയുള്ള വിധിയെഴുത്തു കൂടിയാണിത്. ഇതൊരു ട്രെൻഡാണ്. ഇത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വലിയ ട്രെൻഡാണ് കൊച്ചി നഗരസഭ കാണിച്ചിരിക്കുന്നത്. പിണറായി വിജയനെ താഴെ ഇറക്കും. തീർച്ചയായിട്ടും വലിയൊരു ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഒട്ടാകെ അലയടിക്കുന്നതെന്നാണ് ദീപ്തി മേരി വർഗീസും പറയുന്നത്. കൊച്ചിയിൽ നിന്നും പിണറായി വിജയനൊപ്പം ആർ പീയൂഷ്, മറുനാടൻ മലയാളി.